നിങ്ങൾക്ക് ഇന്നലത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ഇതും ഇന്നലെ വരച്ച് വെച്ചത് ഈ ഒരു ഭാഗത്തും കണ്ട വരച്ച് വെച്ചേക്കണം. ഈ ഭാഗത്തൊരു ട്രേഡ് ഞാൻ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഒന്നാമത്തെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതൊന്നാമത്തെ പ്ലാന്. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,189 അകത്ത് ഇത് 50,447. ഇന്നലെ ഈ ലെവലുകൾ യൂസ് ചെയ്തായിരുന്നെങ്കിൽ രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത വഴി തന്നെ, ലൈക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ 5 മിനിറ്റ് അത് കുറച്ചും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് ഇവിടെ റിജക്ഷൻ കാണിച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നമുക്ക് പീയുടെ എൻട്രി ഉണ്ട്. ആ പീയുടെ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. ഇത് ഇന്നലെ വരച്ച ലൈനാണ്. ഇത് ഞാൻ ഇന്നുണ്ടാക്കി വരച്ചതല്ല, ഇന്നലെ വരച്ച ലൈനാണ്. ഇവിടെ നമുക്ക് ഇവിടം വരെ എൻട്രി കിട്ടി. ഈ ടാർഗറ്റ് മൊത്തം കിട്ടി, അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് മൊത്തം കിട്ടി. ഇഫ് ഇൻ കേസ് ഓക്കെ ആ എൻട്രി മിസ്സായി. ഇത് ഇന്നലെ ഇവിടെ വരച്ചേക്കുന്ന എൻട്രിയാണ്. അത് 50,642 അകത്ത് ഇന്നലെ വരച്ചേക്കുന്ന എൻട്രിയാണ്. അതായത് 50,482 അകത്ത് കണ്ടീഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതായത് മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെ, അതായത് 50,380 അവിടെ എത്തിയിട്ട് 380 അവിടെ ബോഡി എത്തിയിട്ട് തിരിച്ച് 50,451 വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ ടാർഗറ്റും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. ഓക്കെ 340. ഓക്കെ ഇന്ന് ശരിക്കും എന്താ സംഭവിച്ചേക്കണേ? അതായത് മാർക്കറ്റ് താഴോട്ട് വന്ന് വീണ്ടും മേലേക്ക് വന്ന് താഴോട്ട് വന്ന് ലൈക്ക് ഇവിടെ നമുക്ക് എൻട്രി ധൈര്യമായിട്ട് പഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ നേരത്തെ കണ്ടീഷൻ പോലെ 50,342 ഓക്കെ 342 ഞാൻ അവിടെ വരച്ചേക്കുന്നത്. കറക്റ്റ് 50,342 വന്ന് ഈ ലൈനിലേക്ക് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ് എൻട്രി ഈ ഏരിയ ടാർഗറ്റ്. ഓക്കെ ഇവിടെ രാവിലത്തെ ഈ എൻട്രി മിസ് ചെയ്ത ആൾക്ക് ഈ എൻട്രി സിമ്പിളായിട്ട് കിട്ടും. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആദ്യം ആ ലെവൽ മാത്രം വരച്ചാൽ മതിയായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ എൻട്രി ഈ ഒരു ഭാഗത്തായിരുന്നു. ഓക്കെ ഇവിടെ ആദ്യം എൻട്രി ട്രൈ ചെയ്യുമ്പോൾ എസ് എൽ അടിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ രണ്ടാമത് അടിച്ചപ്പോൾ കറക്റ്റ് ടാർഗറ്റ് കൊണ്ട് അടിക്കണമുണ്ട്. അതായത് ഇതെല്ലാം ഇന്നലെ തന്ന ലെവൽസാണ്. ഇതൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ചാട്ടി വരച്ച് വെക്കുക, മേടിക്കുക, വിൽക്കുക. സി ഉണ്ടായി പി ഉണ്ടായി. ഇത് ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൂവ്മെൻറ്റും കിട്ടുകയും ചെയ്ത്. അതായത് ഇവിടെ നിന്ന് ഇവിടെയും വരെ കിട്ടി 300 പോയിൻറ്റ്, അവിടെ നിന്ന് ഇവിടെയും വരെ കിട്ടി 423 പോയിൻറ്റ്. പിന്നെ സി സൈഡ് 290 പോയിൻറ്റ്. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇന്നലത്തെ ലെവൽ മാത്രം എടുത്താൽ മതി. കോളും വേറെ ആരെയൊന്നും മേടിക്കേണ്ട, ഒരു സാധനം ഒരാളുടെ മേടിക്കേണ്ട. റിസൾട്ട് നോക്കിയിട്ട് പോട്ടെ. അതായത് ഇന്നലത്തെ പ്രീമിയത്തിൻ്റെ ലെവൽ തന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിൽ പോയി നോക്കാം. ഞാൻ തന്നേക്കുന്ന ലെവൽ ഇതാണ്. അതായത് 401 മേടിച്ച് കഴിഞ്ഞാൽ 446 ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായി. എന്നെ പക്കയായിട്ട് വന്ന് എൻട്രി എടുത്ത് നോക്കി. അതായത് മാർക്കറ്റ് ലൈക്ക് മുകളിലേക്ക് പോയി റിട്രേസ് ചെയ്ത് വന്ന് നമ്മുടെ എൻട്രിയിലേക്ക് വന്ന് എൻട്രി എടുക്കുന്നു. ടാർഗറ്റ് ലൈക്ക് ഇത്രയും ടാർഗറ്റ് എന്നാലും നമുക്ക് മീൻസ് എനിക്ക് തോന്നുന്നു ഇവിടെ എസ് എൽ ടാപ്പ് പോലും നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അത്രയും പക്കയായിട്ട് മൂവ്മെൻറ്റ് ആയിരുന്നു. ഇനി നിൽക്കട്ടെ അടുത്ത പ്രീമിയം. ഓക്കെ സിയുടെ പ്രീമിയത്തിനൊന്നും ബൈ ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഓക്കെ ഈ സിയുടെയും വന്നിട്ടില്ല. ഓക്കെ ഈ പിയുടെ പ്രീമിയം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് ഇനീഷ്യൽ 290 നല്ല ബൈ ചെയ്ത് കഴിഞ്ഞാൽ 290 വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്ന് കറക്റ്റ് 316 അടുത്ത ബൈ വന്ന് പിന്നെ വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് പോയി. നിങ്ങളിപ്പോൾ ഇവിടെ ഈ 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് എൻട്രി ഇത്രയും ചെറിയ എസ് എൽ വെച്ച് നിങ്ങൾക്ക് എവിടെ എൻട്രി പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും? ഇതാണ് ഇന്നലത്തെ ചെയ്തതിൻ്റെ റിസൾട്ട്സ്. പക്ഷേ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ വീഡിയോ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടാകും. ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് നാളത്തെ ലെവൽസ് പിന്നെ ഇന്നലത്തെ ലെവൽസിൻ്റെ റിസൾട്ട്. ഇത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, കാരണം നിങ്ങൾക്ക് സമയങ്ങളുണ്ട്, എനിക്ക് സമയങ്ങളുണ്ടല്ലോ. ഇതെന്തായാലും ഇപ്പോൾ പൂട്ടാൻ പോകില്ലേ. ഓക്കെ ഫസ്റ്റ് ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ. അതായത് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 പോയിൻ്റൊന്നും ഗ്യാപ് ഡൗൺ വരാനുള്ള സാധ്യത ഇല്ല നിലവിൽ. ഓക്കെ ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോ. മാർക്കറ്റ് ഫസ്റ്റ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ കറക്റ്റ് 49,800
42, അതായത് 49,842. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. 49,838. അവിടെ നിന്ന് നമുക്ക് സി സൈഡിലേക്ക് എൻട്രി നോക്കാവുന്നതാണ്. റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് മേളിൽ നിന്ന് വന്നിട്ട് അവിടെ പോയി മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സി സൈഡിലേക്ക് എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഒരു 50,183 വരെ നമുക്ക് ടാർഗറ്റോടെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കാം. കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നിന്ന് എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പി സൈഡിലേക്ക് എടുക്കാം. അതായത് മാർക്കറ്റ് ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 50,157 ഇടയിൽ, അതായത് അവിടെ നിന്ന് എടുക്കേണ്ട, മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ആയി 50,139 ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പി സൈഡിലേക്ക് എൻട്രി എടുക്കാം. അത് നമുക്ക് ടാർഗറ്റ് നേരത്തെ 49,838 അവിടെ തന്നെ ടാർഗറ്റ് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയും ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വേണ്ട പ്രോബബിലിറ്റി മാർക്കറ്റ് ഇവിടെ എത്തി നമ്മൾ ടാർഗറ്റ് അടിച്ചു. പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ബുള്ളിഷായിട്ട് മാർക്കറ്റിന് മേളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീണ്ടും സെയിം എൻട്രി തന്നെ പഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് പഞ്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകുന്നു. ഓക്കെ, അതായത് ആ ലോ പൊട്ടിച്ച് താഴോട്ട് വന്നിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് എൻട്രി പഞ്ച് ചെയ്യാം. ടാർഗറ്റ് നമുക്ക്, അതായത് വീണ്ടും 49,838 സിയും പിയും നമുക്ക് പഞ്ച് ചെയ്യാം. ഈ 40,838 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഏരിയയിൽ നിന്ന് സിയും പിയും പഞ്ച് ചെയ്യാം. എന്ത് വേണം, നമുക്ക് രണ്ടും പഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഏരിയയാണ് സിയും ഇതും. അതിനെന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ലോ പൊട്ടിച്ചിട്ട് അതിൻ്റെ താഴെ പൊട്ടിച്ചിട്ട് റീട്രേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പി പഞ്ച് ചെയ്യാം. ഇപ്പം അങ്ങനെ വന്നില്ല എങ്കിൽ സി പഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ കറക്റ്റ് മാർക്കറ്റ് ഇവിടെ എത്തി, അതായത് 49,680. ഈ രണ്ട് ലൈനും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓക്കെ, 680 എത്തിയെന്ന് വിചാരിച്ചു. ഈ 680 എത്തുമ്പോഴുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കുത്തി അതിനുശേഷം ഇവിടെ ഇടിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ മാത്രം ഈ ട്രേഡ് മേളിലേക്ക് പഞ്ച് ചെയ്താൽ മതി. അതായത് ഇപ്പം മാർക്കറ്റ് മേളിലേക്കേ പോയിട്ടില്ല, ഈ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ട്രേഡ് പഞ്ച് ചെയ്യാം, ഡയറക്റ്റ് പഞ്ച് ചെയ്യാം. അല്ലെങ്കിലും പഞ്ച് ചെയ്യാം, പക്ഷേ കോൺഫിഡൻസ് കുറവായിരിക്കും ആ സമയത്ത്. എന്നിട്ട് നമുക്ക് സെയിം ഇവിടെയും വരെയും ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ ബാക്കിയിലേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടത്. 49,543. പക്ഷേ 543 എൻട്രി എടുക്കണമെങ്കിൽ കുറച്ചുകൂടി താഴെ പോയിട്ട് മേളിലേക്ക് വരണം. അതായത് ഒരു 49,412, 13 ആ റേഞ്ചിലെത്തിയിട്ട് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി പഞ്ച് ചെയ്യാവുന്നതാണ്. എസ് എൽ എന്തായാലും ഈ കേസിൽ 49,347 താഴെയും വേണം. ഓക്കെ, പിന്നെയും അതും പൊട്ടിച്ച് താഴെ പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ തന്നെ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻട്രി വന്നത്, നിലവിൽ എൻട്രി വന്നത് 49,838, 49,696. ഈ 696 നമുക്ക് പി സൈഡിൽ നോക്കാം, സി സൈഡിൽ നോക്കാം. എനിക്ക് ഇവിടെ വന്ന് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സി സൈഡിൽ നോക്കാം. അതായത് താഴെ പോയിട്ട് വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പി സൈഡിൽ നോക്കാം. ഇത്രയും മൂവ്മെൻറ്റ് എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കാം. ഇനി ഇൻ കേസ് ബുള്ളിഷ് ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തി റിട്രേസ്മെൻറ്റ് വന്ന് അതിട്ട് വീണ്ടും ഇവിടെ വന്ന് ഇടിച്ചിട്ട് മേളിലേക്ക് പോയി എന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ അടുത്ത സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫുൾ ഡേ അന്ന് ബുള്ളിഷ് ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. മാർക്കറ്റ് ബുള്ളിഷ് സ്ട്രക്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ താഴെ 49,388 വന്നിട്ട് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എന്ത് രണ്ട് കണ്ടീഷനാണെങ്കിൽ പോലും മാർക്കറ്റ് കറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ചെല്ലുമ്പോൾ എന്തായാലും റിജക്റ്റ് ചെയ്യും. അതായത് 50,584 അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി അവിടെ ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 50,340 ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി പ്ലാൻ ചെയ്തിരിക്കാം. ഇതിൻ്റെ ഇടയിൽ എന്ത് മൂവ്മെൻ്റ് ആണെങ്കിലും അത് ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് എടുക്കേണ്ടി വരും. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മാർക്കറ്റിൻ്റെ മാക്സിമം ബുള്ളി സ്ട്രക്ചർ ആണെങ്കിൽ ഈ മേലുള്ള ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി പോകലായിരിക്കും മെയിൻ പരിപാടി. ഓക്കെ, ഇൻ കേസ് ഇത് പൊട്ടിച്ചെന്ന് വിചാരിച്ചു, അതായത് ഇപ്പോൾ ഇത് പൊട്ടിച്ചെന്ന് വിചാരിച്ചു, ഇത് പൊട്ടിച്ചിട്ട് വീണ്ടും 50,584 മുട്ടിക്കഴിഞ്ഞാൽ സി സൈഡിലേക്ക് എൻട്രി എടുക്കാം. ആ എൻട്രി ഇവിടെയും വരെ പോകുന്നു.
ഇവിടെയും വരെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ സൈഡിലേക്ക് എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കിയിരിക്കണം. വേറെ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒന്നെല്ലാം ഇത് പൊട്ടിച്ച് മേളിലേക്ക് പോകാനാണെങ്കിൽ ഈ ഏരിയ അടയാളപ്പെടുത്തി വെക്കാം. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ഒരു വേണ്ടിയും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽസും ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. 50, 157, 139, 438, 680, 543, 415, 50, 692, 80, 916 ഇത്രയും ലെവൽ ചാർട്ടിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം. നമുക്ക് ഇനി അതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന പരിപാടി നിർത്താൻ തീരുമാനിച്ച്, കാരണം നമ്മൾ എപ്പോഴും ടൈം മൊത്തം ഇങ്ങനെ കളഞ്ഞിട്ട് അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരില്ലല്ലോ. അങ്ങനെ താങ്ക്സ്.